കെപിസിസി അധ്യക്ഷനായി സണ്ണി ജോസഫ് എംഎൽഎ ചുമതലയേറ്റു. ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ കെ സുധാകരനാണ് ചുമതല കൈമാറിയത്. യുഡിഎഫ് കൺവീനറായി അടൂർ പ്രകാശും കെപിസിസിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായി പി.സി. വിശ്വനാഥ്, എ.പി. അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരും ചുമതലയേറ്റെടുത്തു. പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിക്ക് പുറമെ പ്രവർത്തക സമിതി അംഗങ്ങളും മുൻ പി.സി.സി അധ്യക്ഷന്മാരും ചടങ്ങിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, വർക്കിംഗ് പ്രസിഡന്റന്മാര് എന്താ എന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞു, വർക്കിംഗ് പ്രസിഡന്റന്മാര് മാത്രമല്ല, അവര് ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റന്മാരായിരിക്കും എന്ന് പറഞ്ഞു. അതിവരെ 3 പേരെ ഉദ്ദേശിച്ചാണ്. വർക്കിംഗ് പ്രസിഡന്റന്മാർ, ദേ വിൽ ബി ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റ്. സധൈര്യം പറയാൻ വേണ്ടി എനിക്ക് സാധിക്കും. അതുപോലെ ഒന്നുകൂടി ആ ഹാർഡ് വർക്ക് കപ്പിൾഡ് വിത്ത് ടീം വർക്ക്, കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമായിരിക്കും നമുക്ക് കേരളത്തിൽ ആവശ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ചർച്ചകളുണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകുവാൻ വേണ്ടിയല്ല, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് രൂപം കൊടുക്കണം. നിങ്ങൾക്ക് ഏവർക്കും ഏതവസരത്തിലും എന്നെ നിയന്ത്രിക്കാം, എന്നോട് കാര്യങ്ങൾ പറയാം, നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ കേരളത്തിൽ ഇനിയുള്ള നാടുകൾ എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. ബഹുമാന്യായ ദീപദാസ് മുൻഷിയോടൊപ്പം അവിടെ എ.ഐ.സി.സി സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത്, കെപിസിസിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനവും ആഹ്ലാദവും സന്തോഷവും ഉള്ളൊരു കാര്യമാണ്. ഇന്ന് ശ്രീ എ.പി. അനിൽകുമാറിനോടും ഷാഫി പറമ്പിലിനോടൊപ്പം ശ്രീ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ വലിയ തോതിൽ അഭിമാനിക്കുന്നു. ഇനി അതിന് പ്രാപ്തരാക്കിയ എല്ലാ നേതാക്കന്മാരെയും, ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. കെ സുധാകരൻ എന്ന അധികായനായ നേതാവിന്റെ കയ്യിൽ നിന്ന് റിലേ ബാറ്റൺ ഏറ്റെടുത്തിട്ട് അതിനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനുള്ള നിയോഗമാണ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു പുതിയ നേതൃത്വം കടന്നു വരുമ്പോൾ പഴയത് മോശമായതുകൊണ്ടല്ലല്ലോ കടന്നു വരുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മികച്ച വിജയങ്ങൾ, മികച്ചതായ രീതിയിൽ പാർട്ടി തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്ന ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകന്റെ മനോവീര്യം കാത്ത നേതൃത്വം ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വിജയത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കാൻ അനുഗ്രഹാശിസുകളോട് അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് എംഎൽഎ നമ്മുടെ പി.സി.സി പ്രസിഡന്റായിട്ട് ഈ റിലേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയും വിജയകരമായി ഓടിത്തീർക്കാൻ വേണ്ടിയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. ശ്രീ അടൂർ പ്രകാശ്, ശ്രീ പി.സി. വിശ്വനാഥ്, ശ്രീ ഷാഫി പറമ്പിൽ, ഞങ്ങളല്ല, ഞങ്ങളോടൊപ്പം തന്നെ ചാർജ് എടുക്കുന്നത്, ചുമതലയെടുക്കുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കൂടിയാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്നത്. കാരണം നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് ഒരുമിച്ച് ചേർന്നൊരു ഉത്തരവാദിത്വം, ഒരു വഴി വെട്ടുവാൻ, വഴി തുറക്കുവാൻ. ആ വഴി വെട്ടുന്നത് മറ്റൊന്നിനുമില്ല, ആ വഴി വെട്ടിക്കൊണ്ട് കേരളത്തിലെ ഇടതുമുന്നണി അധികാരത്തിൽ നിന്ന് ആ വഴിയിലൂടെ പുറത്തേക്ക് പറഞ്ഞയക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. സണ്ണി ജോസഫ് കെപിസിസി പ്രസിഡന്റായി ചുമതലയേറ്റു. വർക്കിംഗ് പ്രസിഡന്റുമാരായി പി.സി. വിശ്വനാഥ്, ഷാഫി പറമ്പിൽ, എ.പി. അനിൽകുമാർ എന്നിവരും ചുമതലയേറ്റു. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിച്ച നേതാക്കളുടെ ഒരു പൊതുവികാരം എന്ന് പറയുന്നത് ഇനി കെപിസിസിയിൽ സണ്ണി ഡേയ്സ് എന്നൊക്കെയാണല്ലോ. അതായത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാൻ പറ്റും, യുഡിഎഫിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ പറ്റും എന്ന്. തീർച്ചയായിട്ടും മഞ്ജുഷ, കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷം കെപിസിസി ആസ്ഥാനത്ത് നിന്ന് ഏറ്റവും സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം നിറഞ്ഞിരിക്കുന്ന ചടങ്ങായി ഇന്നത്തെ ഈ പുതിയ നേതൃത്വത്തിന്റെ സ്ഥാനമേറ്റെടുത്ത ചടങ്ങിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നേതാക്കളൊക്കെ ഈ ചടങ്ങിനെ കണ്ടത്. നേതാക്കളും പ്രവർത്തകരുമൊക്കെ തിങ്ങി നിറഞ്ഞ ഹാളിലായിരുന്നു പരിപാടി നടന്നത്. ഒറ്റ വികാരമാണ് അവിടെ ഉയർന്നത്, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് ചിഹ്നത്തിലെ നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ ഒറ്റക്കാര്യം മാത്രമേ
പറയുന്നുള്ളൂ. അത് നമ്മൾ ഒരുമിച്ച് പോകണമെന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം ഉറപ്പാകുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പൊതുവിൽ പങ്കുവച്ചത്. അത്തരം ഐക്യം ഒറ്റക്കെട്ടായുള്ള മുന്നോട്ട് പോക്കുണ്ടാകുമെന്ന ഉറപ്പാണ് പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും കോൺഗ്രസ് നേതൃത്വം നൽകിയത്. KPC അധ്യക്ഷനായിരുന്ന സുധാകരന്റെയും സ്ഥാനമൊഴിഞ്ഞ മുന്നണി കൺവീനർ എം എം ഹസന്റെയും ഒക്കെ പ്രവർത്തക നേതാക്കൾ ഒറ്റക്കെട്ടായി അഭിനന്ദിച്ചു. സുധാകരൻ പക്ഷേ തന്റെ കാലത്ത് പാർട്ടിക്കുണ്ടായ സംഘടനയ്ക്കുണ്ടായ വളർച്ച അത് കോൺഗ്രസിന് മാത്രമല്ല KS ഉൾപ്പെടെയുള്ള പോഷക സംഘടനകൾക്കുണ്ടായ വളർച്ച എണ്ണിപ്പറഞ്ഞ് ആണ് അദ്ദേഹം സംസാരിച്ചത്. വലിയ നേട്ടം അക്കാലിൽ ഉണ്ടായെന്ന് K സുധാകരൻ അവകാശപ്പെട്ടു. ഏതാണ്ട് സംസ്ഥാന നേതാക്കളൊക്കെ K സുധാകരന്റെ കാലത്ത് പാർട്ടി വലിയ രീതിയിൽ മുന്നോട്ട് പോയി എന്ന് തന്നെയാണ് വ്യക്തമാക്കിയതും. ഏതായാലും വലിയ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുള്ള യാത്രയിൽ ഒരുമിച്ച് നിൽക്കണമെന്നൊരു ആഹ്വാനമാണ് ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഏറ്റവും ശ്രദ്ധേയമാക്കിയത്. K സുധാകരൻ മാറി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് KPCയുടെ അമരത്തേക്ക് എത്തുന്നു. അദ്ദേഹത്തോടൊപ്പം AP അനിൽകുമാറും PC വിഷ്ണുനാഥും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും വർക്കിംഗ് പ്രസിഡന്റുമാരായും ചുമതലയേൽക്കുന്നു. ഉമ്മൻചാണ്ടിയുടെയും K കരുണാകരന്റെയും R ശങ്കറിന്റെയും ഒക്കെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് നേതാക്കൾ ഓരോരുത്തരും സംസാരിച്ചത്. അവരുടെ കാലത്തതുപോലെ നല്ല കാലത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചുവരും എന്ന ഒരു ഉറച്ച പ്രതീക്ഷയാണ് പൊതുവിൽ ഉയർന്നു കേട്ടത്. K മുരളീധരന്റെ വാക്കുകളാണ് അല്പമെങ്കിലും നമുക്കതിൽ ഈ ഐക്യം പറയുമ്പോഴും ഐക്യമെന്ന് പറഞ്ഞാൽ പോരാ, അത് ഐക്യം ജനങ്ങൾക്ക് ബോധ്യമാകണം, ഐക്യം ഉണ്ടാകണം. ഇപ്പോഴും ഞങ്ങൾ ഒറ്റക്കെട്ടെന്ന് പറഞ്ഞാൽ അത് എന്തോ സംശയമുള്ളതുപോലെ തോന്നുന്ന ഒരു കുത്ത് അവിടെ K മുരളീധരൻ പതിവ് പോലെ നൽകി. KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.